പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ ഒരു ചെറിയ പടതക്കുളം ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം, വീട്ടിൽ കുളം മറ്റോ ഉണ്ടാക്കുന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് അവരുടെ സുരക്ഷിതത്വം. കുട്ടികൾ എപ്പോഴും അതിലേക്ക് പോയി കുനിഞ്ഞു നോക്കുവാനും മറ്റുമൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അപകട സാധ്യത വെച്ചാണ് ഞാൻ പറഞ്ഞത്. കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ ചെറിയ ഒരു പിറ്റ്, ഒരു കുഴി എടുത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് പടതക്കുളത്തിനായിട്ടാണ്. ഈ കുഴിയുടെ മുകളിൽ കൂടി സിൽപോളിൻ ഷീറ്റ് ഇട്ട് അതിൽ വെള്ളം നിർത്തി അങ്ങനെ മീൻ വളർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുഴിയെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് കല്ലുകളുണ്ട്. ഈ കല്ലുകൾ കൂടി മാറ്റം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യ കുഴിയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇതെല്ലാം കൂടി ക്ലിയർ ചെയ്യണം. കല്ലുകളും അതുപോലെ വേരുകളും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ സിൽപോളിൻ ഷീറ്റ് കീറുന്നതിനിട വരും. ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന കുഴിയുടെ ചുറ്റും, ആ കുഴിയോട് ചേർത്ത് ഒരു ഡിസോർഡറായി കിടക്കുന്ന സ്ഥലങ്ങൾ, ഒരു ഇറഗുലറായ ഷേപ്പിൽ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഒരു മണ്ണ് തന്നെ കുഴച്ച് ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഉചിതമായിരിക്കും. നമുക്കൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ അതിന് വരും, നിർബന്ധമല്ല. സൈഡിലൂടെയല്ല ഇത് തേച്ച് പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ചാക്കുകളോ മറ്റോ പൊളിത്തീൻ കവറുകളോ മറ്റു ഷീറ്റുകളോ എന്തെങ്കിലുമൊക്കെ വെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ചാക്കുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതെല്ലാം കാണും, അതെല്ലാം സൈഡ് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. അടിയിൽ നമ്മൾ കല്ലുകൾ കിടന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ വേരുകൾ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വേരുകൾ ഷീറ്റ് തുളയ്ക്കുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഏറ്റവും അടിയിലായിട്ട് പാറമണലോ, നല്ല മണൽ, പുഴമണൽ ലഭ്യമാകാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പാറമണലിട്ട് കൊടുക്കുന്നത് ഉചിതമായിരിക്കും. അതുപോലെ സൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചാക്കുകൾ സൈഡ് ചേർത്ത് വെച്ച് കൊടുക്കുക. അടിയിലും ചാക്കോ ഷീറ്റോ ഇട്ട് കൊടുക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റായിട്ട് കിടക്കുന്ന ഒക്കെ ആയിട്ടുള്ള ചാക്കുകളെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവുന്നതാണ്. ചാക്കുകളെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി സൈഡിലൂടെ അത് നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ കൂടെ ജസ്റ്റ് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒരു ലെയർ കൂടി, വളരെ വില കുറഞ്ഞ ഷീറ്റുകളെല്ലാം മേടിക്കാൻ കിട്ടും. അങ്ങനത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതോ ഒരു ലെയർ കൂടി കൊടുക്കുന്നത് ഇതിൻ്റെ സിൽപോളിൻ ഷീറ്റിൻ്റെ സംരക്ഷണത്തിന് നല്ലതായിരിക്കും. സിൽപോളിൻ ഷീറ്റ് നല്ല വിലയുള്ളതാണ്. അത് കീറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് വെച്ച് കീറിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ അത് വെള്ളം പറ്റിപ്പോയി നശിച്ചു പോകാൻ കൂടി ഇടവരും. ഇതിപ്പോൾ കാറ് കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ ഷീറ്റാണ് ഇതിൻ്റെ മുകളിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സിൽപോളിൻ ഷീറ്റ് ഇടുന്നത്. സിൽപോളിൻ ഷീറ്റ് അതിൻ്റെ മുകളിലൂടെ ഇടുകയാണ്. 200 GSM എങ്കിലുള്ള സിൽപോളിൻ ഷീറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കട്ടി കൂടുന്ന GSM കൂടുന്നതനുസരിച്ച് അതിൻ്റെ വിലയിൽ വർധനവുണ്ട്. 150 താഴെയുള്ള സിൽപോളിൻ ഷീറ്റ് അത്ര പറ്റുമെന്ന് തോന്നുന്നില്ല. വലിയ കുളങ്ങളിലെല്ലാം 500 GSM ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ചെരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ താഴെ നിന്ന് വെള്ളം, അതുപോലെ എക്സ്ക്രീറ്റ, മീനുകളുടെ വിസർജ്യമെല്ലാം എടുത്ത് കളയത്തക്ക രീതിയിൽ ഇടയ്ക്ക് കോരിക്കളയാൻ പാകത്തിന് ഒരു സൈഡിലേക്ക് അത് വന്ന് വീഴത്തക്ക രീതിയിൽ ഒരു സ്ലോപ്പ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. വെള്ളം കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സൈഡിലേക്ക് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നിറച്ച് വെള്ളം ഏതാണ്ട് മെത്തി വന്നിരിക്കുകയാണ്. ഈ വെള്ളം നമ്മളൊരു 4-5 ദിവസമെങ്കിലും അങ്ങനെ തന്നെ ഇടുക. ഒരു 3 ദിവസം മിനിമം അങ്ങനെ ഇട്ട് വെയിലെല്ലാം കൊണ്ട് നിൽക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം നമുക്ക് മീനെ അതിലേക്ക് ഇറക്കുന്നത് ആയിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മൾ മീൻ മേടിക്കാൻ നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇഷ്ടംപോലെ മീൻ വളർത്തൽ വ്യാപിച്ചത് കൊണ്ട് തന്നെ മീൻ കുഞ്ഞുങ്ങളെ ലഭ്യമാണ്. മീൻ കുഞ്ഞുങ്ങളുടെ അതിൻ്റെ ഇനവും വലിപ്പവും അനുസരിച്ച് വില വ്യത്യാസപ്പെടും. ഇപ്പോൾ 10-15 റേഞ്ച് ചിത്രലാട എന്ന ഇനവും നട്ടർ എന്ന ഇനവുമാണ്. ചിത്രലാട, നട്ടർ എന്നീ 2 ഇനങ്ങളാണ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത്.
കവറുകളിൽ ഓക്സിജനെല്ലാം നിറച്ച് അവരതാക്കി തന്നു. ഇനി ഇത് നമ്മൾ ഈ ഒരു ബക്കറ്റിൽ കുറച്ച് നേരം നമ്മൾ ഏത് പോണ്ടിലാണോ ഇറക്കാൻ പോകുന്നത് ആ പോണ്ടിലെ വെള്ളം തന്നെ എടുത്ത് കുറേ നേരം അതിൽ ഈ കവറോട് കൂടി ഇത് മുക്കി വയ്ക്കുന്നു. അതിനുശേഷം ആ ബക്കറ്റോട് കൂടി ചെന്ന് നമ്മൾ പയ്യെ പോണ്ടിലേക്ക് വയ്ക്കുന്നു. ആ ബക്കറ്റോട് കൂടി തന്നെ കുറച്ച് നേരം അതിലിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പതിയെ ബക്കറ്റ് മാറ്റുക. തുടർന്ന് ആ പോണ്ടിലേക്ക് ഒറ്റയടിക്ക് ഇറക്കാതെ നമ്മൾ പതിയെ വെയിറ്റ് ചെയ്യുക. 1.5 മണിക്കൂർ കൊണ്ടെങ്കിലും സമയമെടുത്ത് പോണ്ടിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കിയാൽ മതിയാവും. സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ അത് ചെയ്യുക. ടെമ്പറേച്ചറിൽ പെട്ടെന്നുണ്ടാകുന്ന വേരിയേഷൻ പല മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതിനും മറ്റും ഇടവരും. അതിന് നല്ലതല്ല. അതുപോലെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണെങ്കിലും ഒത്തിരി പേടിപ്പിക്കാതെ മയമത്തെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അത് കവറിൽ കിടന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകുന്നതിന് ഇടവരും. ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ കവറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പുറത്തെ പോണ്ടിലെ ടെമ്പറേച്ചറും സാഹചര്യങ്ങളുമായിട്ട് അത് കുറച്ച് അഡാപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സാധാരണ ഒരു പോണ്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അക്വാപോണിക്സോ ബയോഫ്ലോക്കോ ചെയ്യുന്ന കാര്യം ആലോചനയിലുണ്ട്. ഇപ്പോഴേതായാലും അതൊന്നും ആ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു പോണ്ട് ഒരു സിൽപോൾ ഷീറ്റ് വെച്ച് അതിൽ വെള്ളം നിർത്തി സാധാരണ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. യാതൊരു എയറേറ്ററോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യുന്നില്ല. പമ്പ് വഴി വലിച്ചു കളയാനും ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഷീറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഷീറ്റ് സൈഡിൽ കൂടെ കുറച്ച് കയറ്റി ഇടണം. മണ്ണ് അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണ് തെറിച്ച് പോണ്ടിലേക്ക് വീഴുന്നത് ഒട്ടും നല്ലതല്ല. മീനുകൾ പതുക്കെ ഇറങ്ങുന്നതാണ്. ഇത്ര സമയമെടുത്താണ് അത് പതുക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും കുറച്ച് മീനുകൾ കവറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സമയമെടുത്ത് തന്നെ അവർ കുളത്തിലേക്ക് ഇറങ്ങട്ടെ. മീനുകൾ പതിയെ കുളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സൂര്യപ്രകാശം നേരിട്ടടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ സൂര്യപ്രകാശമുള്ളതൊന്നും പ്രശ്നമല്ല. ഡയറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോണ്ടിലൂടെ മീൻ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കാണാം. ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല. കുറച്ച് മീൻ കൂടി ഇറങ്ങാനുണ്ട്. അവ കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു നെറ്റ് കൊടുക്കണം. മീൻ കുഞ്ഞുങ്ങൾ മറ്റ് പക്ഷികൾ കുത്തിക്കൊണ്ടു പോകാതെയും അതുപോലെ തന്നെ വെള്ളം പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മഴ പെട്ടെന്ന് പെയ്ത് പൊങ്ങുകയാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാതെയും ഒക്കെ ഇരിക്കുന്നതിനായിട്ട് നെറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. നെറ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക. അപ്പോൾ മീനുകളെല്ലാം തൻ്റെ പുതിയ വാസസ്ഥലത്തിൽ ആയിക്കഴിഞ്ഞു. അതിലൂടെ അവർ നടക്കുകയാണ്. വെള്ളത്തിലെ pH അതുപോലെ അമോണിയ കണ്ടൻറ്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. pH നോക്കുവാനുള്ള pH ഇൻഡിക്കേറ്റർ ലഭ്യമാകും. അതിനുള്ള അമോണിയം നോക്കുവാനുള്ള സംവിധാനവും ഉണ്ട്. ചെറുതാണെങ്കിലും ചെറിയ വിലയിൽ അത് കിട്ടുന്നതാണ്. നമുക്കൊന്ന് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതിൻ്റെ നെറ്റ് കവർ ചെയ്തിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നെറ്റ് മേടിച്ചു. ബാക്കി സംവിധാനങ്ങളെല്ലാം ചെറിയ ഇരുമ്പ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് കീറിപ്പോകാതിരിക്കുന്നതിനാണ് രണ്ട് സൈഡും കവർ ചെയ്തിരിക്കുന്നത്. സിൽപോൺ ഷീറ്റ് കീറാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുകയാണെങ്കിൽ കാലങ്ങളോളം നിന്നോളും. മീനുകൾ ഇതിൽ അടക്കുന്നത് കാണാം നമുക്കിപ്പോൾ.
ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്ക് കുറച്ച് വെള്ളം മാറ്റി പുതിയ വെള്ളം കൊടുക്കുന്നത്. ഇത് മീനിൻ്റെ തീറ്റയാണ്. പെല്ലറ്റ് രൂപത്തിലുള്ള തീറ്റകൾ ലഭ്യമാണ്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജിൽ സ്റ്റാർട്ടർ കൊടുക്കണം. അതിന് കുറച്ച് വില കൂടുതലാണ്. എങ്കിലും ഈ ന്യൂട്രിയൻറ്റ് റിക്വയർമെൻറ്റ് ഓരോ സ്റ്റേജിലും നമ്മൾ മനുഷ്യരെ പോലെയൊക്കെ തന്നെ ഇതിനും ശരിക്കും വ്യത്യാസമുണ്ട്. ആദ്യ സ്റ്റേജിൽ അതിൻ്റെ ശരിയായ ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ അത് വളരുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ തീറ്റകൾ പെല്ലറ്റുകൾ ആദ്യം കൊടുക്കുന്നതാണ് നല്ലത്. സ്റ്റാർട്ടർ അതുപോലെ പല ലെവലുകളായിട്ട് അതുണ്ട്. ഈ കാര്യങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നവരതൊന്ന് ശ്രദ്ധിക്കണം. സ്റ്റാർട്ടറിൻ്റെ പടമാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ അത് വന്ന് തിന്നുന്നതാണ് കാണുന്നത്. ഇട്ട് കൊടുക്കുമ്പോൾ മീൻ കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. വളരെ ആവേശത്തോടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇലകൾ കൊടുക്കുന്നത് നല്ലതാണ്. അത് ഇടയ്ക്ക് ചെറിയ അളവിൽ. തീറ്റ കൂടുതലായി പോകുന്നതും നല്ലതല്ല. അത് വേസ്റ്റായി അവിടെ കുഞ്ഞുകൂടി അമോണിയ ഫോം ചെയ്യുന്നതിനൊക്കെ കാരണമാകും. മീനുകൾ നന്നായി വളരട്ടെ അവിടെ. ഇത്രയും വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നന്ദി, നമസ്കാരം.